ഹേ ഹലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലേ ക്രാഫ്റ്റ്സിൻ്റെ വീഡിയോയിലേക്ക് നമ്മളൊരു വീഡിയോയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഹോൾഡറാണ്. അതായത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലേ ഐറ്റം കൂടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു സൈസിൽ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. നാച്ചുറൽ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ലോണം ഉരുട്ടി സ്മൂത്ത് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കണ്ടല്ലോ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഓക്കെ, നല്ല തിന്നാക്കി കഴിഞ്ഞാൽ നമുക്കിത് സക്സസ് ആവില്ല. ഓക്കെ, എന്നിട്ട് അതിനെ ബോട്ടം പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒരു സെമി സർക്കിൾ പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെമി സർക്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതായത് നമ്മൾ ഈ ഫോട്ടോ വെക്കാനുള്ള ഒരു ഗ്യാപ്പ്, അതായത് ഈ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു ഭാഗം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അധികം ആഴത്തിൽ കട്ട് ചെയ്യുകയും ചെയ്യരുത്, എന്നാൽ ഫോട്ടോ കറക്റ്റായിട്ട് ഹോൾഡ് ആവാനുള്ള പാകത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ചെറിയൊരു ഗ്യാപ്പും വേണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് നിങ്ങൾ പ്രസ് ചെയ്ത് പോകരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 days എങ്കിലും ഇത് എയർ ഡ്രൈ ചെയ്യാൻ വെക്കുക. നിങ്ങൾ ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എയർ ഡ്രൈ ചെയ്താൽ മതി. ആ ചെറിയ സാധനം അതിനെക്കൊണ്ട് 2 ദിവസം വെച്ചാൽ തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ക്രാക്സും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലേ വെച്ചിട്ടുള്ള എന്തൊരു ഐറ്റം ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ബേസായിട്ട് ഞാൻ വൈറ്റ് കളർ കൊടുത്തിട്ടേ ബാക്കി എന്ത് കളറും കൊടുക്കാറുള്ളൂ. അപ്പോൾ വൈറ്റ് കളർ കൊടുക്കുന്നതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലേ ബ്രൗൺ കളറാണെങ്കിൽ നമ്മൾ ഈ വൈറ്റ് കളർ കൊടുക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന കളർ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കളർ ബേസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ ക്ലേൻ്റെ മുകളിലൊക്കെ കളർ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ആ വൈറ്റ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ മെയിൻ കളർ ഞാൻ അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ചെക്കേർഡ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫെവിക്രിലിൻ്റെ പേസ്റ്റൽ അക്രിലിക് കളേഴ്സിൽ ഒരു പിങ്ക് കളർ എടുത്തിട്ടാണ് ഇവിടെ ചെക്കേർഡ് പാറ്റേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ നിങ്ങൾക്ക് ഇത് പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്ടർമെലൺ ചെയ്യാം, അതുപോലെ റെയിൻബോ ചെയ്യാം, ഫ്ലവേഴ്സ് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെക്കേർഡ് പാറ്റേൺ ആണ് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഡെസ്കിൻ്റെ തീമായിട്ടുള്ള വൈറ്റ് ആൻഡ് പിങ്ക് കളറിലുമാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഡെസ്കിൽ വെക്കാനുള്ള ഐറ്റം അതിനെക്കൊണ്ട് ആ ഒരു തീമിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതാ ഫുള്ളൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലേ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ ഇത് മീഷോയിൽ അവൈലബിൾ ആണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. kg ഒരു 110 100 ആ റേഞ്ചിലൊക്കെ ആട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തപ്പി നാച്ചുറൽ ക്ലേ എന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐറ്റം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാ ഞാനൊരു ഫോട്ടോ എടുത്തതിൻ്റെ മുകളിൽ വെച്ച് നോക്കുന്നുണ്ട്. സംഭവം സെറ്റാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡെസ്കിലേക്ക് നല്ല മാച്ചിങ്ങാണ്, നല്ല ക്യൂട്ടും ആയിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിലി ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.